ഹായ്, ഇന്ന് ഞാൻ ജസ്റ്റ് റാൻഡമായിട്ടൊന്ന് വെറുതെ പുറത്തിറങ്ങി ആഷ്ബോൺ ടൗൺ നടക്കാമെന്ന് വിചാരിച്ചു. റെഡി ആയി വന്നപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ വെതർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഐ നെവർ തോട്ട് ഇത്രയും മഴയുണ്ടാവും എന്നുള്ളത്. സോ എന്നാൽ പോയാലോ. സോ എല്ലാവർക്കും ലിവ് വിത്ത് ലവ് ചാനലിലേക്ക് സ്വാഗതം. ഹായ്, മോർണിംഗ്. ഇന്ന് സാറ്റർഡേ വീക്കെൻഡാണ്. ഞാൻ ഓൾറെഡി ലേറ്റായിട്ടാണ് എണീറ്റത്. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് സാറ്റർഡേയ്സ്, സൺഡേയ്സ്, വീക്കെൻഡ് മാത്രമേ എനിക്ക് രാവിലെ ഒന്ന് പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ വെളിച്ചുള്ളപ്പം. സോ ഐ തോട്ട് നടക്കാൻ പോവാം, വെറുതെ ഈ ആഷ്ബോൺ ടൗൺ ഒക്കെ എല്ലാവർക്കും കാണിച്ചു തരാം. മേല് കഴുകി ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോഴേക്കും ഇതാ മഴ വന്നു. ജസ്റ്റ് എന്തായാലും ഇറങ്ങാൻ പോവാണ്. പുതിയതായി വീട് മാറിയ കാരണം കുറേ സംഭവങ്ങളൊന്നും ഇല്ല. സോ അതൊക്കെ ഇനി നമുക്ക് വാങ്ങിച്ച് സെറ്റ് ചെയ്യണം. ഒക്കെ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. ഞാനപ്പം ഒന്ന് റെഡി ആവട്ടെ. ഇപ്പം ഞാനൊരു മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുള്ളൂ, സൺസ്ക്രീനൊന്നും ഇടുന്നില്ല. മടിയിട്ടാണ് വരുന്നത്. ലിപ്പ് ഓയിൽ, ഇതിനൊരു മിൻറ്റിൻ്റെ മണം. ആക്ച്വലി ആപ്രിക്കോട്ട് ഓയിലൊക്കെയാണെന്ന് പറഞ്ഞ. ഞാൻ സാധാരണ ഇവിടുന്ന് മാത്രമേ എഴുതാറുള്ളൂ, വിങ്സ് മാത്രം. ബട്ട് ഇന്ന് ഞാൻ കണ്ണ് മൊത്തം എഴുതുക. മുടിയും കൂടി ഒന്ന് ചിക്കാം. കാണുമ്പോൾ കുറേ മുടിയുണ്ടെന്ന് തോന്നും, പക്ഷേ കുറേ മുടി കൊഴിയുന്നുണ്ട്. എൻ്റെ ഭയങ്കര ഫ്രിസി ഹെയർ ആണ്. എന്തോരം പാറയും കൊടുക്കുന്നതിന് നോക്കും. മുടി സ്ട്രെയിറ്റ് ആയി, പക്ഷെ എൻ്റെ സിറം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പൗച്ചിൽ കാണുന്നില്ല സിറം. വാച്ച് അത് ഇനി താഴെ സ്റ്റോർ റൂമിൽ പോയി നോക്കണം. ഇനിയും സാധനങ്ങൾ കുറച്ച് ഒതുക്കി വയ്ക്കാനുണ്ട്. സോ പറ്റാവുന്ന അത്രയും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. മുടി കെട്ടിവെക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? താകെ നോക്ക്. രണ്ട് ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവും, അങ്ങനെ എപ്പോഴും. ഞാൻ ഇറങ്ങാം. ഞാൻ ഒരു ബാഗ് കൂടി എടുക്കുന്നുണ്ട്. സപ്പോസ് എന്തെങ്കിലും വാങ്ങിക്കാൻ തോന്നിയാലും അതുകൊണ്ട്. എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന്, ബട്ട് ഇറ്റ്സ് റെയിനിങ് ആക്ച്വലി. കണ്ടോ? ഞാനിവിടെ നിന്നിട്ട് വെൽക്കം ഒക്കെ പറയാമെന്ന് വിചാരിച്ചത്. ഒരു വലിയ മണ്ടത്തരം കാണിച്ചു. വീട്ടിലെടുത്ത് ചെരുപ്പിട്ടിട്ട് ഞാൻ ഇറങ്ങിയത്. എങ്ങനെയുണ്ടല്ലേ? ഇപ്പൊ ഇറങ്ങാം. മഴയായതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്ര ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മേ ബി അനദർ ഡേ, ബട്ട് സ്റ്റിൽ ഇത് ഞാൻ എടുക്കാം എന്ന് വിചാരിച്ചു. ഐ ഡിഡ്ന്റ് നോ ദിസ്. ഇവിടുത്തെ ആർട്ടിസൻസ് മാർക്കറ്റ് ഉണ്ടെന്ന്. ലെറ്റ്സ് ഗോ ടു ദ കാഫേ. എനിക്ക് നല്ല പോലെ വിശക്കുന്നുണ്ട്. പോവാന്ന് വിചാരിച്ച എല്ലാ കഫേയിലും ഭയങ്കര തിരക്കാണ്. ഞാൻ ബേർഡ്സിൽ തന്നെ പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. അറിയില്ല, നോക്കാം.
ഞാനൊരു ലാറ്റെ പറഞ്ഞു, പിന്നെ ഒരു ചീസ് ആൻഡ് അനിയൻ റോൾ. നല്ല കാഫേ പോയിട്ട് പിൻട്രസ്റ്റ് വർത്തി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ നടന്നില്ല. ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലീൻ ചെയ്ത് ഇതാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ആൾ വരുന്ന ആൾക്ക് ഇരിക്കാൻ എളുപ്പമായിരിക്കും. എല്ലാം വൃത്തിയാക്കി ബേസ്മെന്റിലിട്ടിട്ട് വേണം. നല്ല പ്ലേറ്റ് വാങ്ങിക്കണം. സോ അത് വാങ്ങിക്കാൻ പോവാം. ഓൺലൈൻ വാങ്ങിച്ചാൽ കണ്ട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു രസം വരില്ലല്ലോ. എല്ലായിടത്തും വാലന്റൈൻസ് ഡേയുടെ ഞാൻ ഇവിടെയാണ് മിക്കതും വരാറ്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറേ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. ഓക്കെ പ്രൈസാണ്. ഞാനൊരു ദിവസം പൈനാപ്പിൾ ആൻഡ് ചീസ് ഇതാക്കാൻ നോക്കിയപ്പോൾ ഇവിടെ ടൂത്ത് പിക്ക് തപ്പി കിട്ടി തന്നെയില്ല. ഇപ്പം എടുത്ത് വയ്ക്കുക. ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഇരിക്കുന്ന പ്ലേറ്റ്. എന്താ ചെയ്യുക, പ്ലേറ്റിന് പകരം പല വേറെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ഞാനിവിടെ ജസ്റ്റ് വേറെ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കാം. അപ്പം ഞാൻ കോട്ടേജ് ചീസ് എടുത്തു, കുറച്ച് ഗാർലിക് ഗ്രാനുവൽസ് എടുത്തു. ഞാൻ ഈ സെക്ഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കാതിരിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. Thank you for shopping at the Co-op. Please scan an item or tap. ഇവിടെയാണ് ഞാൻ വരാമെന്ന് വിചാരിച്ചത്. ഇവിടെ ഞാൻ വരാറുള്ളതും. പക്ഷേ ഇനിയിപ്പം വേണ്ട. ഇനിയിപ്പം ഭക്ഷണമൊക്കെ അത് കഴിച്ചപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു. ആക്ച്വലി നമുക്ക് ഇനി സെയിൻസ്ബറിയും കൂടി പോവാം. അങ്ങനെ തിരിച്ചെത്തി. അപ്പം ഇന്ന് ഞാൻ വാങ്ങിച്ചത് ഇത് ഐസ് ക്യൂബ് ട്രേ, പിന്നെ ടൂത്ത് പിക്ക്, ഒരു സെർവിങ് പാഡിൽ, then a dinner plate, പിന്നെ as I showed ഇതൊരു മഗ്, പിന്നെന്താണ്, പിന്നെ വേറെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി മൊത്തം ഗ്രോസറി, അത് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഹോപ്പ് യു ലൈക്ഡ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.